മയിലായി മഴ കൊണ്ടതുപോലെ അകമേ പിടയും ഞാൻ അനുപദമൊരു താളം നിറയും പുലരികൾ തന്നിൽ അറിയാം ഞാൻ പോലെ പോലെ ഓ ജീസസ് ജിമ്മും പിന്നെ തെറ്റിച്ച Oh my god, blood is flowing. സെബാസ്റ്റ്യൻ, ആ കുട്ടിയുടെ ടൈമിംഗ് ആകെ തെറ്റാണ്. ഒന്ന് നോക്ക്, എന്നിട്ട് അടുത്ത് നോക്കാം. കൺട്രോൾ പ്ലീസ്. ബിഗ് ചാൻസ് ആണ്, ജോബ് പോവും. മച്ചാനിതിന് ഊള ശവം എത്രാമത്തെ പ്രാവശ്യമാണ് തെറ്റിക്കണത്. തെറ്റിച്ചോട്ട് സീനെ ഇത് ഗോൾഡൻ ചാൻസ് ആണ്. ആ ബദൂരി ഉള്ളനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് സിനിമയിൽ ഒരു ചാൻസ് കാണിച്ചിരുന്നു. ഡാർക്ക് സീനാണ് ട്ടോ മച്ചാനെ. എടാ സബാനെ, നീ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അവനോട് പറയടാ, അവന്റെ കഷത്തിൽ ഇഷ്ടിക ഒന്ന് ഇറക്കി വെക്കാൻ. സ്റ്റോപ്പ് ബ്രോ, അവൻ കഷ്ടപ്പെട്ട് ഉരുട്ടിയെടുത്തല്ലേ. ഈ ബൈസെപ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അവൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കറിയാം. നോ പുച്ചിക്കൽ. ഏഞ്ചലിന്റെ കുണ്ടി കിട്ടിയ പണി അവന്റെ മോന്തി കിട്ടി കിട്ടണമായിരുന്നു. ആഹാ, എന്തൊരു സ്റ്റാൻഡേർഡ്. സ്വന്തം ചേച്ചിയോട് പൊക്കിപ്പറന്ന് വിചാരിക്കരുത്. സെബാസ്റ്റ്യൻ, ആ കുട്ടിയോടൊന്ന് വേഗം വരാൻ പറ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. എനിക്ക് എന്റെ വർക്ക്ഔട്ടിന് ടൈമായി. നോ നീഡ് പ്ലീസ്. കൺട്രോൾ. ഓക്കെ, എന്റെ ഭാഗത്തെല്ലാം കറക്റ്റ് ആയിരുന്നു മോനെ. ഷീസ് ടോട്ടലി റോങ്. സാർ അത് ഓക്കെ ആയിരുന്നു. നമുക്ക് ഒന്നും കൂടെ നോക്കാം. സാർ ഒരു ഇത്തിരി ലൂസ് വിട്ടാ വൺ സീൻ ആയിരിക്കും. ശരി, ആ പെണ്ണിനൊന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ടൈമിംഗ് ഉള്ള വേറെ ആളെ വെക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ സാർ. മച്ചനെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആ പാട്ടൊന്ന് പ്ലേ ചെയ്തേ. റെഡി റെഡി മ്യൂസിക്. വാ വാ വാ. കുടിച്ചല്ലോ അല്ലേ? പൊസിഷൻസ്. ആളെ തള്ളിയുടെ മെഷീൻ വന്നിട്ടുണ്ട്. ഓക്കേ സൗണ്ട് റെഡി. മൂഡ് മൂഡ് 1 2. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ പിടയും ഞാൻ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചെന്നൈയിൽ നിന്ന് ഡാൻസേഴ്സ് കൊണ്ടുവരാൻ. ഈ ലോക്കൽ ഡാൻസേഴ്സിന് കുഴപ്പമില്ല, ടൈമിംഗ് ഇല്ലാത്ത സ്റ്റൂപ്പിഡ്. ഏഞ്ചല് ചൂടിലാണല്ലോ. അതെ അതെ. ഏഞ്ചലേ, മൊത്ത പാട് പോയില്ലേടി? ആൻസി വെറുതെ ചൊറിയല്ലേട്ടാ, എനിക്ക് ആകെ അങ്ങോട്ട് പൊളിഞ്ഞു നിൽക്കണം. എന്ത് വിഷമാണ് ഞാൻ ഒഴിച്ചത്? പറ്റണില്ലെങ്കിൽ എന്തിനാ അടിക്കണ ഫർണോ? എനിക്ക് വിഷമുണ്ട് മച്ചാനെ. 10-100 പേരുടെ കൈയും കാലും പിടിച്ചാ ജോബ് ഒപ്പിച്ചത്. തൊലച്ചില്ലേ ഊള. നോക്കട്ടെ പന്നി. നീ അവനെ കയറി തല്ലണ്ട കാര്യമില്ലായിരുന്നു സെബാനെ. ഏഞ്ചലെ, എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞു വരണ്ടട്ടാ. ആ ഊള നിന്നെ ചേളം പൊത്തിട്ടാ ഞാൻ കയറി മേഞ്ഞു. നന്ദിയില്ലാത്ത കച്ചറ. ഫയൽമാൻ വലിയ തൊലി തൊലിക്കല്ലേ. ഇന്നലെ അവന്മാർ ഇടിക്കാൻ വന്നപ്പോ തന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അതെങ്ങനെയാണ് മച്ചാൻ അടിയിൽ എഴുതി കാണിക്കണ? ഞാൻ എസ്കേപ്പായി. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ചാളത്തടിയല്ലേ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണതേ. കണ്ട തെണ്ടികൾ കയറി ഇറങ്ങാനുള്ളതല്ല. ആ ഓട്ടത്തിനിടയിൽ എന്റെ കാലിന്റെ കാഫ് ടൈറ്റ് ആയി മച്ചാനെ. അറിയോ എന്താടാ നിനക്ക് എന്റെ കാലിന്റെ കാഫിന്റെ കാര്യം പറയുമ്പോ ഒരു പുച്ഛം. ബൈ ബർത്താ. ശരിയാണ് ബ്രോ, കുറച്ച് കട്ടപ്പനായി പോയി. ഒഴിച്ചു കൊല്ലലടാ. ഒന്ന് പോയി. ഞാൻ സാധാരണ ഒഴിച്ചത്. പിന്നെ നമുക്ക് അടി കിട്ടിയ സീൻ അടിച്ചപ്പോ കുറച്ച് കയറ്റി ഒഴിച്ചാന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഈ കച്ചറ പെട്ടെന്ന് അറിയോ സെബാനെ? നീ ഒന്ന് നോക്കിയേ. ഭയങ്കര വൃത്തിയാണോ മച്ചാനെ? ആണോ? ഷോ, നാളെ പെണ്ണാണല്ലോ ഉള്ളതാണ്. അത് സീനൊന്നുമില്ല ബൈ. പെണ്ണാണാൻ വന്ന ആള് തന്റെ മുഖത്തൊക്കെ അല്ല പ്രശ്നമുള്ളൂ. വാട്ട് മാൻ, പിന്നെ പെണ്ണ് കാണാൻ വന്ന ഡ്യൂട്ടി ഇവിടെ മോത്തേക്കല്ലാണ്ട് പിന്നെ ഏതിന്റെ ഇടയ്ക്ക് പറയില്ല ഫ്രീക്ക്. വെരി സിമ്പിൾ. നീ നാളെ എന്തിടാൻ പോണത്? സൽവാർ. ദേബു, ഊളത്തരം വല്ലതും പറയാണെങ്കിൽ വേണ്ടട്ടോ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറയണേക്ക് ഫ്രീക്ക്. നല്ല ഇറങ്ങിയ കഴുത്തുള്ള എന്തെങ്കിലും ഇടുക. അത് കൊള്ളാം. ഷോൾ ഉണ്ടാ, അപ്പൊ അത് വേണ്ടാന്ന് വെക്കാം. ഓക്കെ, എന്നിട്ട് ടീ കൊടുക്കുന്ന സമയത്ത് ഈ സാധനം കണ്ടെടുത്ത് മച്ചന്റെ അടുത്തേക്ക് വരുമല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കുഞ്ഞങ്ങോട്ട് നിക്കണം. ഉസ്താദ് വെറുതെ നിന്റെ വായന്ന് കച്ചറത്തോരം അല്ലാതെ വേറൊന്നും വരൂലേ? എന്നാലും ഐഡിയ കൊള്ളാം, ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് അല്ലേ? ഡാടാ പയ്യാടിയാടാ, കരള് വാടിപ്പോവും. നിനക്കെന്താണ്? എന്റെ കരളല്ലേ, നീ നിന്റെ കാര്യം നോക്കിയാ കേട്ടാ. സോമനായി. എനിക്കെന്ത് വാങ്ങിയാണ്? നീ കുടിച്ച ചാവട മോനെ. സബോട്ട ഊളായി. അപ്പൊ നിനക്കൊന്നുമില്ല?
ഇല്ല. പക്ഷെ നീ പേടിക്കണ്ട. നീ ചത്തു മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുമ്പോ ഞാനും എന്റെ ഹസ്സും കൂടി നിന്നെ വന്ന് കണ്ട് നിന്റെ ബോഡി നോക്കി 2 കരച്ചിലും കരഞ്ഞിട്ടേ പോവുള്ളൂ ട്ടാ. എങ്ങോട്ട്? ഹണിമൂണിന്. ഈ റേഞ്ചിലാണ് അടിയെങ്കിൽ മച്ചു. ഇവക്കടെ കല്യാണം കഴിയുമ്പോഴേക്കും സബാസ്റ്റ്യൻ സീൻ ഷൂസ് ഇട്ട് ഫോട്ടോയും അതിലേക്ക്. സെബാൻ പിന്നെ സോമനാ. ഞാൻ വിളിച്ചു. എന്താ മച്ചാനെ ഊളത്തര ഏറ്റുവാങ്ങാൻ സെബാന്റെ ജീവിതം ഇനി ബാക്കി. ഇഷ്ടപ്പെട്ടല്ലേ? അയ്യോ, അയ്യോ. എന്താ പോയി നീ പോവോ? ഞാൻ പോവും. എന്തായാലും നീ പോവല്ലേ? ഇത് കൂടെ കൊടുക്കൂടി. ഓക്കെ. ഒന്ന് ചിരിക്കാതിരിക്കുന്നതിന് വല്ലതും വേണോ? നടിച്ച് ഫിറ്റായിട്ട് പരിപാടി. ഏയ് ഒന്ന് മാറിക്കേ. എന്തേ ഞങ്ങൾ വാങ്ങാൻ വന്നാ അങ്ങ് പുറകെ പോയി നിന്നേച്ചാ മതി. ഞാൻ വാങ്ങാൻ വന്നല്ല, ഒന്ന് അങ്ങോട്ട് പോട്ടെ. ആ. ഇത് എവിടുന്ന് വരുവോ വാ കുറ്റിയും പറിച്ച്. സെബാനെ, സെബാനെ. ദാ സെബാനെ. ഹലോ സാറേ. ഒന്ന് മുട്ടി കൂടരുത് ഊള. ഒരു പുരുഷന്റെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ ഇല്ലേ? നീയാണാ പുരുഷൻ. എന്താ പോരെ? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നീ വളച്ചേട്ടാണ്ട് പറസീന്. സിൻസിയറായിട്ട് എനിക്കൊരു ആൻസർ തരണം നീ. ചോദിക്കടി. നീ ആദ്യം പോയിട്ട് എന്തെങ്കിലും തുണി എടുത്തു കൊടുത്തേ. നാണോ ഇല്ലാത്തവൻ. നാണില്ലാത്തവന്. എന്റെ വീട് എന്റെ അടുക്കള. പിന്നെ ഇതൊക്കെ ന്യൂ ഫാഷനാണ് ഫ്രീക്ക്. ഫാഷനാ ഇതാ. ഒന്ന് പോടി. ഈ സെയിം സാധനം ഫാസിൽ ഇടുമ്പോ സൂപ്പർ. ഞാൻ ഇടുമ്പോ ഊളത്തരം. നൈസാണല്ലോ. ഒന്നുമില്ലല്ലോ അവനേക്കാളും മുടിയില്ല. ഏഞ്ചൽ ഡാർലിംഗ്, എന്തുണ്ട് ഫ്രീക്കേ? നിങ്ങ എന്ത് ചെയ്യായിരുന്നു? ആര്? ദേ സാധനം കിട്ടിയിട്ടാ. വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളംകളി തുടങ്ങിയാലോ? പൊടിച്ചു. Something is not correct. സെബാനെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞോടി. നീ പറ. കുറച്ച് പ്രൈവറ്റ് ആയിട്ട്. പ്രൈവറ്റാ? വാ. ഹായ് ചാളക്കറി. ഇരി. ആ പറ, എന്താ സീൻ? ഇവിടെ ഇതിനെക്കാട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം ഇനി ഇന്ത്യക്ക് കിട്ടൂല. നീ പറഞ്ഞോ. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടി? ക്യാഷാണ്? ഹാ, ഞാൻ സീരിയസ് ആണ്. ഞാനും സീരിയസ് ആടി. 5ന്റെ പൈസ ഇല്ല എന്റെ കയ്യില്. നീ പറഞ്ഞു. ഇതെങ്ങനെ നിന്നോട് ചോദിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താടി ഏഞ്ചലെ, നീ ആളെ പേടിപ്പിക്കാണ്ട് കാര്യം പറ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കാൻ പാടില്ല. എന്റെ സീനെ നീ മനുഷ്യനെ ടെൻഷൻ ആക്കല്ലേ. നിനക്കെന്നെ ഇഷ്ടമാണോ? ചിലപ്പോൾ നിന്റെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു സ്പാർക്കുള്ള പോലെ. അതുകൊണ്ടാ. പറ, നിനക്കെന്നെ ഇഷ്ടമാണോ? എന്റെ പൊന്നു സീനെ, നിനക്കെന്താ വട്ട? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നേ ചോദിച്ചുള്ളൂ. ഇല്ല ഭായ്, താൻ എന്റെ ബെസ്റ്റ് പടി. അതിൽ കൂടുതൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. എന്റെ ഭായി നോക്കിയേ, നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം വേണം. നിന്റെ സ്വഭാവം, നിന്റെ സംസാരം, പിന്നെ തീരെ കൂതറയില്ലാത്ത സൗന്ദര്യം. പഴയ ഞാൻ ഇല്ലടി. നിനക്ക് ആ എസ് എ ജോർജിനെ പോലത്തെ നീ എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട. ഒരു സംശയം വന്നപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഞാനത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമ്മാനം കിട്ടൂല. ഏഞ്ചല, ഞാൻ ഇപ്പൊ നിനക്കൊന്നുമില്ല, കഴിഞ്ഞു. ഞാൻ ടെൻഷൻ ഫ്രീ. വാ.
ഇവിടെ പോയില്ലേ? വാട്ട് യു ഡൂയിങ് ഇൻ ദ ടോയ്ലറ്റ്? ആഹാ. ബ്ലഡി ബഗർ. വാട്ട് ഹാപ്പൻ? എവറിത്തിങ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആൻഡ് ബൈ ദ ബൈ, ഇന്ന് നമ്മുടെ ഏഞ്ചലിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു 2 വേർഡ്സ് ഞാൻ പറഞ്ഞോട്ടെ. എവരിബഡീസ് പ്ലീസ് ജോയിൻ മീ. ഡിയർ ഏഞ്ചൽ, ഐ ആം പ്രൗഡ് ഓഫ് യു, ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. അണ്ടർസ്റ്റാൻഡ്? ബ്രോ പ്ലീസ് ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. സഹിക്കാൻ പറ്റാത്തോണ്ടാണ്. ഇനി ഇതിന് ഇംഗ്ലീഷ് എന്നാണ് പറയണത്. ഓ, ആൻഡ് വൺ മോർ തിങ്, ഈ ഏഞ്ചലിനെ എനിക്ക് കുറേ ഇയേഴ്സ് ആയിട്ട് അറിയാം. അതിലവക്ക് വിഷമുണ്ട് ബൈ. എന്തെത്ര ചിരിക്കാൻ? ഷട്ട് അപ്പ് ആംബ്രോ. ഓടി ചേച്ചി. പൊളി പൊളി. ആൻഡ് ടുമോറോ നമ്മുടെ ഏഞ്ചൽ ഇസ് മാരിഡ് ആവാൻ പോവാണ്. ആൻഡ് ഐ വിഷ് ഏഞ്ചൽ മെനി 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 ഗുഡ്. ഒന്ന് നിർത്ത് ബൈ പ്ലീസ്. ആന്ന് കൈവേനെടുത്തിട്ട് പാടില്ല. ആണാ? എന്നാ ചിയേഴ്സ്. Cheers. ഇതെന്ത് സാധനോട് പോയി? തൊണ്ടൊക്കെ ഒരു ബേണിങ് പോലെ. ഷോ നിങ്ങൾ ഈ സ്മോളൊക്കെ എങ്ങനെ അടിക്കണം? അതങ്ങോട്ട് ത്രോ ചെയ്ത് എംബ്രോസേ. അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഓൾസ് ശരീരത്തിന് ഗുഡ് അല്ല. യാ യാ. സാരൂല്ലെന്നേ, ഏഞ്ചൽ സെന്റ് ഓഫ് അല്ലേ? വല്ല കരിക്കുമ്പളം മതിയായിരുന്നു ശരിക്കും. ആ ഇവനാണ് നമ്മുടെ നടൻ. ബ്രോ താൻ ഇത്തിരി ഓവറാണ്. എടപ്പ ദൂരെ കയ്യിലിരിക്കണ തീരട്ടെ, എന്നിട്ട് അടുത്ത് ഒഴിക്കാം. മച്ചാൻ അടിച്ചെടുത്തേക്ക് ഞാൻ അടുത്ത് സാധനം എടുത്ത് തരാം. ടൈങ്ങളുണ്ടല്ലോ. താങ്ക്സ് ബ്രോ. ബ്ലഡി ബഗർ. നന്നാവാൻ സമ്മതിക്കൂലെന്നേ. ആന്ന് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് അടി നിർത്തണമെന്ന്. പക്ഷെ തുച്ചിട്ട പോലെ ഈ പോർക്ക് കുപ്പിയും കൊണ്ടുവരും മനുഷ്യനെ കൊല്ലാനായിട്ട്. ഇന്നൊരു നൈറ്റ് അല്ലേ ബ്രോസ്? അടിക്ക് ഞങ്ങൾ ട്രിപ്പ് ആവട്ടെ. ആറാം പറഞ്ഞു. അപ്പൊ മച്ചാന്മാരൊക്കെ അടിച്ച് സെറ്റ് ആവണേക്കെ മുമ്പ് ഞാൻ ഇറങ്ങട്ടെ. എവിടെ പോണേ? കഴിഞ്ഞിട്ട് പോയാ മതി. അതിന് ഒരെണ്ണം കൂടി അടിച്ചാൽ നീ പാട്ട് തുടങ്ങും. അത് കേൾക്കാനുള്ള ആംബിയർ എനിക്കില്ലടാ. സാറിനെ കൂടെ കൊണ്ടുവെക്കോ. അതല്ല, നോ നോ, അതർവൈസ് സാറൊക്കെ കൊണ്ടുവരും. ദാറ്റ്സ് വൈ. ഓ അപ്പൊ ശരി. പിന്നെ താങ്ക്സ് എല്ലാത്തിനും. എന്തിന്? കള്ളിന്റെ ക്യാഷ് ഒന്നും ഏഞ്ചലല്ലേ? അതിനല്ല. അങ്ങനെ ആ പടം റിലീസായി. ഏത് പടം? ആ പടം. ഓ, ഇത്ര നേരം ഞാൻ എങ്ങനെ പിടിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല ബ്രോസ്. സ്ട്രിപ്പിംഗ് മച്ചാനെ. ബ്രോ ഐ ലവ് യു ബ്രോ. മീ ടു. ഡാം ബ്രോ. തനിക്കിത് എന്തിന്റെ കേടാണ് ബ്രോ? ഞാൻ എത്ര നേരം കൊണ്ട് ട്രൈങ് ആണ്. എന്തിനാ ഓപ്പ് ബ്രോ? ഈ തമിഴ് നടി ആ അവക്കടെ സൈസ് എത്ര ആയിരിക്കും മച്ചാനെ? യു ഹാവ് നോ കൾച്ചർ ബഗർ. ഒരു 36 സി എങ്കിലും ഉണ്ടാവും. പോടാ, അത്ര ഉണ്ടാവുള്ള. വാട്ട് മാൻ, ഒരു 38 ഡി എങ്കിലും കാണും. അതുണ്ടാവും മച്ചാനെ, എന്തായാലും ഉണ്ടാവും. ഒന്ന് പോവായ്, അതൊക്കെ ഒരു കൊട്ടക്കലാസി കുടിപ്പിച്ചോരിക്കും. അതൊക്കെ പേടാണ്. ഡാം ബ്രോ, നിനക്കൊന്നും അറിയാൻ പാടില്ല. കാരണം നീ വെറും കുട്ടിയാണ്. കറക്റ്റ്. ഐ ആം ഡാം ഷുവർ ബ്രോ. 100%. ഒന്ന് പോ ബ്രോ. വിശ്വാസം അതല്ലേ എല്ലാം. എന്റെ അടുത്ത് ഒരു ആർഗ്യം വരണ്ട, ഞാൻ താമസിക്കൂല. ഇഡിയറ്റ്സ്. അബുബായ്, why you crying? സൈസ് നമുക്ക് കൂട്ടാന്നേ. എന്തിനാ മച്ചാനെ ഞാൻ കരയണത്? എന്റെ താത്താന്റെ മുകളാണ്. പിന്നെ അവിടെ നിന്നാണ് ഈ സൗണ്ട്. പെടപ്പിന്റെ റിംഗ് ടോൺ ആയിരിക്കും. പിന്നെ ഇമാരെ ഷോ കണ്ടോടൊന്നും വിടൂല. മച്ചാനെ സെബാട്ടോണോ മോങ്ങണത്? മോങ്ങല്ല, തേങ്ങ. What happened, man?
പറ മച്ചാനെ, പറ മച്ചാനെ. ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ കരയല്ലേ ബ്രോ. നീ കരയുമ്പോ തകർന്നെ ചങ്കാണ്. ബ്രോ വാട്ട് ഹാപ്പൻഡ്? ബ്രോ പറ ബ്രോ. ജീസസ്, ഇവരെല്ലാം ഉറുമ്പ് കടിച്ചു. ഡ്യൂഡ്, വാട്ട്സ് റോങ് വിത്ത് യു മാൻ? എനിക്ക് അവളെ കാണാൻ തോന്നുന്നു ബ്രോ. അവളാ? ആണോ? എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല. ആരെന്ന് പറ മച്ചാനെ. ആരാണെങ്കിലും മേടിച്ചിരുന്നു പോയി. അവള് ഏഞ്ചല്. ഏഞ്ചലാ? നമ്മുടെ ഏഞ്ചലാ? ഇത് പ്രശ്നമാണ്. വാട്ട് ഫോർ? അവളില്ലാണ്ട് പറ്റല്ലടാ. നിനക്കെന്താണ്, പ്രേമാണോ? അവക്ക ഞങ്ങൾ കാക്കൂസി പോയില്ലേ? നിങ്ങൾ കക്കൂസി പോയാ? എന്തിന്? തൂരാൻ ഒന്നും മിണ്ടാണ്ടിടാ. മച്ചാൻ പറയട്ടെ. മച്ചാൻ പറ. കാക്കൂസി പോയിട്ട് ഞങ്ങൾ കാക്കൂസി പോയിട്ട് എനിക്ക് പറ്റല്ല. എന്തിനാളിയാ തൂറനാ? അപ്പൊ ഒന്നുകൂടി മുഖ്യ നോക്കായിരുന്നില്ലേ? എനിക്ക് അവളെ വേണം. ഞാൻ അവളെ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു ബ്രോ. അല്ല, അതിന് അവക്ക് എന്നോട് ലവ് ആണെന്ന് അവള് പറഞ്ഞിട്ടാ? പറയണ്ട. നിനക്കിഷ്ടമാണോ? കൊറേ 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 എനിക്ക് അവളെ കാണണം ബ്രോ. ഞാൻ കാണിച്ചാ. നീ എന്ത് മാഡാണ് ബ്രോസി പറയണത്? അവളെ കാണണമെന്ന് പറഞ്ഞ ഞങ്ങൾ ചെല്ലി. They will cut into piece and piece and piece. അങ്ങനെയൊന്നുമില്ല ബൈ. തിരിച്ചിട്ടാത്ത സ്നേഹം മനസ്സിന്റെ പിന്നലാണ്. ബ്രോ എന്നെ കൊണ്ടുപോ ബ്രോ. എനിക്ക് അവളെ കിട്ടുമോ ബ്രോ? ഞാൻ കാണിക്കാം ബ്രോ. ഞാൻ ചത്തിട്ടാണെങ്കിൽ ബ്രോ ഞാൻ കാണിച്ചിരിക്കും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുവരും. അതെ, വാട്ട് foolishness you talking? ടുമോറോ അവളുടെ മാരേജ് ആണ്. വെറുതെ തടി കേടാവണ സീനാണ് ട്ടാ. ഇല്ല, നാളെ അവളുടെ കല്യാണം നടക്കൂല. സെമിയിൽ തോറ്റിട്ട് ഫൈനലുള്ള അവസ്ഥ എന്റെ മച്ചാൻ ഞാൻ ഉണ്ടാക്കൂല. ബ്രോസ് നിങ്ങളാണ് ബ്രോസ്. Silly sentiments. Big boys crying like little girls. ഈ ഊളെടുത്ത് പോവാൻ പറ. തുമ്മുകൊണ്ടു ഗഡ്സില്ലാത്ത തെണ്ടി ആണാണ് പോലും ആണ്. തടിയാ വരണ്ട. ഫാക്ക്. എല്ലാവരും ചാവാൻ പോണി ഞാൻ നിന്നിട്ട് എന്താ കാര്യം? മച്ച മാമച്ചാനെ ബ്രോ. അബു വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. സോറി മച്ചാനെ. 15 16 17 18 ഒരു പ്രാവശ്യം കൂടി 19 മാങ്ങാത്തൊലി തുടക്കം തന്നെ അവശകനമുള്ള എടാ, ഈ ഇന്നെങ്ങാനും സ്റ്റാർട്ട് ആവോ? ഈ ഊള് ചകട വല്ല കടലിൽ കൊണ്ട് താത്തറ. ബൈ ബൈ. എന്നെ പറഞ്ഞ സഹിക്കും, പക്ഷെ എന്റെ പോവും ചെയ്യും. Strong man. No need for storytelling, please. ബ്രോ No. ഇനി എന്ത് ചെയ്യും ബ്രോ? അതെ നടക്കാം. നടക്കാൻ നടക്കാ. പണിയാളൻ ബ്രോ, നിങ്ങൾ നരകത്തിന്റെ ഗേറ്റ് കണ്ടിട്ടുണ്ടോ? വെറുതെ ഡാർക്ക് ആക്കല്ലേ മച്ചാനെ. ഇവിടെ തുടങ്ങിയപ്പോ പോലും മൊടയും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാ ബ്രോ, ഈ സിറ്റിയിലുള്ള സകല ഗുണ്ടകളും പോലീസുകാരും ഇതിനകത്തുണ്ടാവും. 2 ഐറ്റം വിഷം കൊണ്ട് പായസം ഉണ്ടാക്കി കുടിച്ച പോലെ ഇരിക്കും. ഞാനൊന്നുമില്ല, നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എന്നോട് ഒരു സ്നേഹമില്ലേ ഭായ്? ഭായിയുടെ പെണ്ണിന് വേണ്ടിട്ടാണ് ഞാൻ ചാടൂലേ. അത് ശരി, അത് ശരി. എന്താ ചാടാ? എന്തിനു വലിയാണ് മച്ചാനെ. കിടക്കണവൻ പോലീസുകാരനാന്ന് തോന്നണം. അവന്റെ കുടവ മിണ്ടല്ലേ. നല്ല ഉഗ്രം പാർട്ടിയാണെന്നോണ്ട് എല്ലാം അടിച്ച് കോച്ചിയാ. പാമ്പുകളൊന്ന് ചവിട്ടിയിരിപ്പിക്കലാണ്. എടാ എടാ അപ്പോ എടാ വാടാ. എന്താ സീൻ? സീൻ കൊണ്ട് എനിക്ക് കക്കൂസി പോണോ? അയ്യോ എടാ ഇപ്പൊ അങ്ങനെ പറയല്ലേ. നീ വീട്ടിൽ പോയിട്ട് ദൂരെ വേണേലും ചാമ്പിക്കും. അയ്യോ മച്ചാനെ, മച്ചാൻ എന്നോട് ഒരു സ്നേഹമില്ല. മച്ചാനെ ഞാനാണ് വലുത്, കക്കൂസാണ് വലുത്. പിടിച്ചോക്കോ, പിടിച്ചോക്കോ. നടക്ക്. ബ്രോ, വാട്ട് ഈസ് അവന് കക്കൂസി പോണെന്ന് നോൺസെൻസ്? പേടിച്ചിട്ടായിരിക്കും. പേടിയൊന്ന് പോടാ. മച്ചാനെ നമുക്ക് എത്ര വേഗത്തിൽ തീർത്തിട്ട് ഇവിടുന്ന് സ്കൂട്ടാ. പണ്ട് NCC ഉണ്ടായിരുന്നോണ്ടേ മങ്കി വാക്കൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ്. അമ്മേ ചേറ് ബൈ ഒന്ന് പറഞ്ഞേ. അല്ലെ കക്കുസി പോന്നൊക്കെ വേണ്ടി കൊണ്ടിട്ട് കുനിഞ്ഞാൽ അത്ര സേഫ് അല്ല. ഒരു വാതിൽ
സീനെ ഇതാണ് റൂം നോക്കി നൈറ്റ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് ലുക്കടാ ലുക്ക് ആ കേറിപ്പോയാ മച്ചാനെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ നോക്കൂ. അതാ കപൂർ അച്ഛന്റെ മുറിയാണ് ആ തൂങ്ങി കിടന്ന അങ്ങനെ ലോഹയിൽ നിങ്ങളോട്ടോ ഞാൻ കക്കൂസ് കണ്ടുപിടിക്കട്ടെ. ചളവാക്കല്ലേ ബ്രോ ചളോക്കെയല്ല തൂറാൻ മുട്ടിക്കുന്ന ദീനരോധനം. പിടിക്കേണ്ട ഒരു മൗത്തല്ല കുണ്ടീസാണ്. നീ പോ എടാ അമൃതസർ ഒന്ന് കൂടുന്നു ബെസ്റ്റ് ആളാണ് കൂട്ടിനോടാ ഞാൻ പോയിട്ട് വരടാ തൂറാത്തോൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ഡോർ നമ്പർ 4 ഇതായിരിക്കും. ചെല്ല് ചെല്ല് പോയിക്കോ. പൊളിച്ച് മച്ചാനെ പൊളിച്ച് ദേ കിടക്കണ. അന്ന് നീ പോയി സംസാരിച്ച് കൂട്ടിയിട്ട് വാ ഞാനിവിടെ നിൽക്കാം. ഇല്ല ഒന്ന് പേടിച്ചാ എന്ത് കണ്ടിട്ട് ഇതാരാന്ന് നോക്കി. മൈ ഗോഡ് വാട്ട് ഐ ആം സീയിങ്. പോരുന്നു എന്റെ കൂടെ. ദേ, ഞാൻ ഏഞ്ചലിന്റെ മുറി കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങൾ കേട്ടോ ഞാൻ ഇവിടെ തന്നെ മച്ചാനെ. ഓ ഇത് ഞാൻ ഏറ്റ്. അങ്ങോട്ട് വാ. ഒന്നും ബാക്കി വെക്കില്ല എനിക്ക് നാളെ താങ്ക് യു പറയും. ആയ കരക്കടിഞ്ഞ മീൻ പോലെ. മച്ചാനെ ഇതിന്റെ നെഗ്ലിച്ചടക്കുന്ന ടീച്ചറിന്റെ കുൽസീന് ഓർമ്മയുണ്ടോ? എന്താണ്? Nothing door closing sound. You continue. പിന്നെ രാധാ സോപ്പ് അതെ, ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ നമ്മളിവിടെ എന്തിനാ വന്ന് നമ്മൾ ഒളിഞ്ഞു നോക്കാൻ. ഓ അല്ല നീ പറയടാ മൊത്ത. ഏഞ്ചലിന്റെ അടുത്ത് എന്റെ ഹൃദയം തുറന്ന് കാണിക്കാം. മച്ചാൻ തുറന്നു യുമാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കൻ എന്താണ് നമ്മൾ പ്രസവിക്കാൻ പോണ പെണ്ണുങ്ങളാണ്. മോളെ അൺബിലീവബിൾ. അയ്യേ അയ്യേ ഞാനല്ല. ഞാനല്ല. ഇത്രയും മണം ഉണ്ടായിരുന്നോ? സെബാനെ, ഞാനല്ല നീ അല്ലേ? ഇത് ഞാനാ അത് ഞാനല്ല ഞാനല്ല. അതല്ല, നീ എന്താ ഇവിടെ? കണ്ണൂരിയാണ് അത് ഏഞ്ചലെ ഞങ്ങ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നാ. എന്താടാ അമ്രു, പറയടാ. അത് എന്തായാലും ഈ സ്നേഹം ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ ഒരു നൗകയാണല്ല. നമ്മ വിചാരിച്ചാ കൂട്ടിയാ കൂടെ എഞ്ചലെ ഇല്ലടാ. അല്ല എഞ്ചലി എന്താടാ സെബാനെ, വേഗം പറയടാ. എന്താടാ? നമുക്ക് ഈ കല്യാണം വേണ്ട ഏഞ്ചല്. എന്താ? നീ ഈ കല്യാണം കഴിക്കരുത് ഏഞ്ചല്. എന്താടാ, എന്തു പറ്റി? ഞാൻ ഒരുപാട് ആലോചിച്ച്, പക്ഷെ പറ്റണില്ല ഭായി. നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റണില്ല. എനിക്ക് നിന്നെ വേണം ഏഞ്ചല്. നീ എന്താടാ പറയണേ എന്റെ മോനെ? ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചല്ലേ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റി, പക്ഷെ ഒരു തെറ്റ് പിന്നെ ഞാൻ ചെയ്യില്ല മോളെ. നീ കെട്ടിപ്പോണ്ട് ആരും ആലോചിക്കുമ്പോ ഇല്ല മോളെ, ഞാൻ ജീവിച്ചിരിക്കില്ല. എടാ പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ആണ്, പക്ഷേ ആഹാ അവന്റെ പാട്ട് ഇഷ്ടമാണ്, അവന്റെ സംസാരം ഇഷ്ടമാണ്, പക്ഷെ അവൻ ഇഷ്ടമല്ല. ഫ്രീക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. അയ്യോ ആണോ? സോറി അമര ബജാജ്, പ്ലീസ് കണ്ടിന്യൂ. ഏഞ്ചലെ യു ഡോണ്ട് വറി അബൌട്ട് നത്തിങ്. എല്ലാ സെക്യൂരിറ്റി കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഈ സെബാസ്റ്റ്യൻ ഒരു പാവാണെന്നേ. അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയണേ. അയ്യോ നിങ്ങ പഴയകാല പ്രണയ ജോഡികളാണ്. നിങ്ങ അടൂർ ബാസിയും ശ്രീലതയും പോലെയാണ്. അതെ, മഴകാലം ഏഞ്ചലിനായിട്ട് സൂയിസൈഡ് തടഞ്ഞല്ലേ സത്യം ഞങ്ങൾ ജീവിച്ചിരിക്കൂട്ടാ. പ്ലീസ് ഏഞ്ചലെ എന്റെ സഭാനെ വിഷമിപ്പിക്കല്ലേ. പക്ഷെ ചേട്ടായി തല്ലിക്കൊല്ലി ഞാൻ. നിന്റെ ജീവിതം ജീവിക്കേണ്ടത് നീയാണ് ഏഞ്ചല്, ഞാനില്ലാതെ
സന്തോഷമായിട്ട് ആ ഊള എസ് ഐ ജോർജിന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അയ്യേ അയ്യേ, നിന്റെ ഹാപ്പിനെസ്സിൽ എന്റെ ചേട്ടന്മാരെ ഹാപ്പിനെസ് ആയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏഞ്ചിലെ അങ്ങനെ കുറെ ചേട്ടന്മാര് തടിയും വെച്ചിട്ട്? ഒന്നും വേണ്ട ഏഞ്ചല്, എന്റെ ഈ കണ്ണിൽ നോക്കിയിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറ. ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. പിന്നെ ഒരിക്കലും നിനക്ക് എന്റെ ശല്യം ഉണ്ടാവില്ല. സത്യം. നീ വരുമോ എന്റെ കൂടെ? പറ, വരുമോ? മച്ചാനെ അപ്പൊ പോവല്ലേ? ബോഡി അപ്പൊ പണി എവിടെങ്കോ? മതിയുടെ പാടപ്പാ ഒന്ന് പാടാ പോർക്കെ escape ആവാന്ന്. എല്ലാത്തിനും ധൃതി പിടിക്കുന്ന ഐസ് കമ്മിങ് ചെയ്യല്ല ചെയ്ത് തീർക്കണ്ടേ? She's an angel, and now she's mine. Yeah, yeah, yeah. She's mine. She is mine. Yeah, she's an angel. She is mine. Yeah, yeah, yeah. Girl is mine. Girl is mine. She's an angel, and now she's mine. Yeah, 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 she's mine. സെബാനെ സെബാനെ ഏ സെബാനെ സെബാനെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. എത്രയും പെട്ടെന്ന് പോണം. നീ ചെന്ന് അമ്മമാരെയൊക്കെ എണീപ്പിച്ച് ചെല്ല്. ഏഞ്ചലെ, നീ എന്താ ഇവിടെ? നീ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ, ചെന്ന് എണീപ്പിക്ക്. ഞാൻ എങ്ങനെ ഇവിടെ നിന്നാ? നീയല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ? ഞാനൊന്നും നിന്നെ വിളിച്ചോണ്ടൊന്നുമില്ല. ഓ ഏഞ്ചലെ, അമ്മയാണ്, ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നുമില്ല. എടാ ഫെർണോ, എടാ ഏഞ്ചല്, അതിന് നല്ലല്ലേ? ഇവളെങ്ങനെയാണ് ഇവിടെ വന്നത്? ബ്രോ എന്താണ് ഈ പറയണത്? നമ്മളല്ലേ എസ്റ്റർഡേ ഏഞ്ചൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിന്? തിന്നാൻ. ബായല്ലേ ഏഞ്ചലിന്റെ അടുത്ത് മുടിഞ്ഞ പ്രേമൊന്നും മറക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് വന്നത്. അമ്മയാണ്, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ബ്രോ, നമ്മൾ ഇന്നലെ ഏഞ്ചലിന്റെ വീട്ടിൽ പോയി അവളെ കണ്ട് കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഓർമ്മയില്ലേ? നിങ്ങൾ ഇന്നലെ തന്നെ ഫെർണോന്റെ തേഞ്ഞ മോതിരമൊക്കെ എടുത്തിട്ട് ഭാര്യയും ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ ഓർക്കണില്ലേ? മച്ചാനെ, ഇന്നലെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് കുത്തി മറിഞ്ഞ ഓർമ്മയുണ്ട? എന്നാലേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല. നീ കണ്ടോ? സെബാനെ, ഇത് നിന്റെ ചില സമയത്തുള്ള പോലത്തെ കോമഡിയാണോ? ആണെങ്കിൽ അത് വേണ്ട.
അല്ല ഏഞ്ചലെ, കോമഡി അല്ല. എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഇതൊന്നും ശരിയാവൂല. എന്ന് വെച്ചാ അതൊന്നും നടക്കൂല. ഭയങ്കര കുഴപ്പമാണ്. ഞാനിപ്പോ എന്താ വേണ്ടേ? എടാ അമ്പ്രോ, സമയം എന്തായി? ടൈം ഇസ് 9:45. 9:45. 10 മണിക്കാണ് നിന്റെ കല്യാണം. ഇപ്പൊ പോയാലും നിനക്ക് അവിടെ എത്താം. ഹലോ, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. അവൾ എവിടെ പോയിന്നാവോ? എനിക്കൊരു സമാധാനവും ഇല്ല. നമ്മുടെ ഏഞ്ചൽ അങ്ങനെ ചെയ്യൂ? ഇല്ല, അവൾ അങ്ങനെ ചെയ്യൂല. അവൾ എവിടെ പോയിട്ടില്ല. അവൾക്കൊന്നും പറ്റേയില്ല. എടാ കോളി, അവളുടെ ഫോൺ ട്രേസ് എന്തായി? കയസ് സൈബർ സെല്ലിൽ തന്നെയുണ്ട്. അവക്കടെ ഫോൺ റേഞ്ചിലെത്തിയാൽ സ്ഥലം ഉടനെ പിടികിട്ടും. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയല്ലോ. ഇനിയാ സൈമൺ. അവൻ എവിടെയെങ്കിലും പോക്ക്. അതെ, ഇനി തിങ്ക് ചെയ്തിരിക്കാൻ ടൈമില്ലാട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് കൊച്ചി വിടണം. കൊച്ചി വിടാനാ? അതൊന്നും പറ്റില്ല. എൻ്റെ ഉമ്മിച്ച് എന്ത് ചെയ്യും? പന്നി ഒഴിക്കടാ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഏഞ്ചലിനെ കൊണ്ട് ഇവിടുന്ന് പോയില്ലെങ്കിൽ അവന്മാരോട് എത്തും വാളും പരിചയമായിട്ട്. വെറുതെ കില്ല് ചെയ്ത് സെയിലെറിയും. അതിന് ഏഞ്ചൽ തിരിച്ച് വീട്ടിൽ പോയാൽ തീരുന്ന പ്രശ്നമല്ലേ? അതല്ല ഏഞ്ചലെ, എൻ്റെ ഉമ്മ ഓർക്കുമ്പോ തന്നെ പേടിയാണ്. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ നീ എങ്ങനെയാണ് മനത്ത് റോങ് ആയിട്ട് ടോക്ക് ചെയ്യണത്? എല്ലാരോടും പോയി ആ പെൺകുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട പന്നി ദേ ഇരിക്കണ്. ഇവനൊന്നുമില്ല, പിന്നെ തനിക്ക് എന്താണ് ഇത്ര പുളിര്? കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. മരിപ്പിനുള്ള ചായം വടയും വന്നതിന് മുമ്പ് ഏഞ്ചലിനെ തിരിച്ചുവിടാം. ഇപ്പൊ അവിടെ ഏഞ്ചൽ ഇല്ലാന്നല്ലേ ഉള്ളു. നമ്മുടെ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഏഞ്ചൽ എവിടെ പോയെന്ന് ചോദിക്കണമെങ്കിൽ വല്ല ട്യൂഷനോ എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം സോൾവ് അല്ലേ? ഇപ്പൊ എല്ലാരും കൂടെ എന്നെ വില്ലനാക്കണ. പോട്ടെ, സമാൻ പറയട്ടെ വേണ്ടാന്ന്. ഞാൻ വിട്ടേക്ക ഐഡിയ. ബായ് ബായ്. നമുക്ക് ഏഞ്ചലിനെ തിരിച്ചുവിടാൻ പറ്റൂലട്ടാ. അതെന്താണ്? നമ്മളാണ് ഏഞ്ചലിനെ കൊണ്ട് നേക്കണമെന്ന് അവർക്കറിയാം. അതെങ്ങനെ? ഞാനൊരു ശില്പം എഴുതി വെച്ചിട്ടുണ്ടായി ഇവിടെ. ശില്പ? എന്ത് ശില്പ്? പ്രിയ ചേട്ടന്മാരറിയാൻ വേണ്ടി ഞാനും സെബാനും അനൂപ് മേനോനും ജയസൂര്യയും പോലെ തമ്മിൽ അഗാധമായ പ്രണയത്തിലായിട്ട് ഒരുപാട് കാലമായി. ഞങ്ങളെ പിരിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ഞാൻ സെബാസ്റ്റിൻ്റെ കൂടെ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്. ഇന്ന് രാത്രി വെളുക്കും മുമ്പേ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടും. ഞങ്ങളെ അനുഗ്രഹിക്കൂ ചേട്ടന്മാരെ. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ കൂടെ സുഹൃത്തുക്കൾ ഫെർണാൻഡോ ഡി സിൽവ, അബു മുഹമ്മദ് ആദം, പിന്നെ കൂട്ടത്തിലേറ്റവും ലുക്ക് ആംബ്രോസ് പെരേര എന്ന നിങ്ങളുടെ പൊന്നനുജത്തി ഏഞ്ചൽ പുണ്യാളൻ, അല്ല ഏഞ്ചൽ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ. ഇത് ഏഞ്ചലിന്റെ കൈയക്ഷരം അല്ല. സെബാസ്റ്റ്യൻ, അത് ഭായ് കാലത്തിനിക്കുമ്പോ ഏഞ്ചലിനെ കാണാണ്ടാവുമ്പോ അവര് വെറുതെ പേടിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ സെബാനും പുണ്യാളന്മാരും തമ്മിൽ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഐസ്. ഇനിയിപ്പോ ഏഞ്ചല് തിരിച്ചു പോയാലും നമ്മളാരും സവാരി ഗിരിഗിരി സീനാണ്. ഇനി എന്ത് ചെയ്യും? പൊട്ടാ, നീ എന്തെങ്കിലും ഒന്ന് പറയടാ, വെറുതെ കുന്തം മെഴുകി പോലെ നിൽക്കാണ്ട്. എന്ത് പറയാനാണ്? എന്തായാലും തലയിലായി പോയില്ലേ, സഹിക്കാണ്ട് പറ്റുക. എന്ത് മറ്റേ വന്നെടുത്ത് വെച്ച് കാണാം. വേണ്ട, അങ്ങനെ ആരും എന്നെ സഹിക്കണ്ട.
ആരുടെയും തലയിൽ ഒരു ഭാരമായിട്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല ഏഞ്ചലെ, അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇവൻ പറയുന്നതായിട്ട് ഇറങ്ങി വന്ന ഞാനാ വണ്ടി. എന്താണ്ടാ തീവണ്ടിക്കാണ് തല വെച്ച്? ഇല്ല ഏഞ്ചലെ, വേണ്ട ബ്രോ, മിണ്ടാരി. എക്സ്ക്യൂസ് മീ, അപ്പൊ ഏഞ്ചൽ റിട്ടേൺ പോണേണ? എന്തിനാ? ഞാൻ അങ്ങോട്ട് പോണില്ല. ചേട്ടന്മാരുടെ കൈ കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. എല്ലാരും കൂടി കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും ചെയ്യും. അല്ല, അപ്പൊ സെബാന്റെ സീന? ഇവനാ, ഇവനെ എനിക്ക് വെറുപ്പാ. ഇവന്റെ പേര് കേൾക്കുന്നതിന് എനിക്ക് അറപ്പാ. ഓ, വാട്ട് സ്റ്റുപ്പിഡിറ്റി യു ആർ ടോക്കിംഗ്. കറിക്കൂല വഞ്ചിക്കൂല എന്ന് പറയണ പോലെയാണുള്ളത്. ഇതെന്ത് ആണാവോ? മൊബൈൽ ഫോണാ? റിങ്. ഇത് ആരുടെ കോപ്പത്? എന്റെ ആണോ? വളിയിട്ടൻ, വളിയിട്ടാൻ, വളിയിട്ടാൻ. ഇത് കണ്ട, ഇതാരീ വളിയിട്ടാൻ? വല്യേട്ടൻ. ഓ, വല്യേട്ടൻ. വല്യേട്ടനാ? അപ്പ കല്യാണ പെണ്ണിനെ ചെക്കനും കൊണ്ട് അപ്പനെ കാണാൻ വേണ്ടി വരായിരിക്കുന്നു. അപ്പോഴാ ചേട്ടാ അവിടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. സിംഗിൾ കൊച്ചി തന്നെയാണ്. ആ അവിടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഓണല്ലേ. ഈ മാങ്ങത്തിൽ ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളയണ്ട. ഫെർണോ, നീ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? എങ്ങോട്ടെങ്കിലും പോവാം. പോവാനാ? എങ്ങോട്ട് പോവാൻ? ഞാൻ വന്നില്ല. നിങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇനി ഇവിടെ നിന്നാ കുഴപ്പമാണ്. അതിനെങ്ങനെ പോർക്ക് സമ്മതിക്കൂലല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുറ്റം? അവരിപ്പൊ ഇങ്ങോട്ട് എത്തുവാ പോ. നിനക്കെന്താ പറയണ തലക്കറില്ലേ? എന്നാ നിങ്ങ പോക്കോ, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. വൈമാൻ, യു ഡെഡ് ആയ പ്രോബ്ലം സോൾവ് ആവോ? എന്തായാലും ഒരാളിവിടെ ഒറ്റക്കിട്ടിട്ട് ഇവിടുന്ന് ആരും പോണില്ല. ആ, അവരെന്നെ കൊല്ലും. എല്ലാം വരുത്തി വെച്ച ഒരുത്തരോട് ഉണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോൺ ഗോ ഡോൺ ഗോ. അപ്പൊ എന്തായിരുന്നു? ഹൃദയം കൊടുക്കും, അത് കൊടുക്കും. അവർക്ക് സിസ്റ്റർ ഒന്നുമില്ല. കില്ലിങ് സീനാണ്. പള്ളിയിലച്ഛനാണെങ്കിലേ ചോരയിലെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഹലോ ഹലോ ഏഞ്ചലെ, ഏഞ്ചൽ മോളെ. ഹലോ ഹലോ, ഇതാരാ? ആരാന്ന് പറയണ? സെബാസ്റ്റ്യൻ, ഞാൻ ഒറ്റയ്ക്ക് ഏഞ്ചലിനെ കൊണ്ടുവന്നു. അറിയാടാ, നീ ആരാണെന്ന് എനിക്കറിയാ, എവിടെ നിന്നാണെന്ന് എനിക്കറിയാം, എങ്ങോട്ടാ പോകുന്നതെന്നും എനിക്കറിയാം. നീയൊക്കെ കളിച്ചത് ചെകുത്താനോടാടാ. നാളത്തെ കൊച്ചിക്കാറ്റിന് നിന്റെയൊക്കെ ചോരയുടെ മണം ഉണ്ടാവും. ചേട്ടാവുമാരുടെ സ്ഥലം ട്രേസ് ചെയ്തിട്ടുണ്ട്. ആ ലോബോന്റെ അടുത്തുള്ള ബിവറേജിന്റെ മുകളിലുണ്ട്. നീ ജോർജിനെ വിളിച്ചിട്ട് നമ്മൾ കല്യാണം ഒഴിയാണെന്ന് പറഞ്ഞേക്ക്. നീ എന്തിനാ ഫോൺ എടുത്ത്? ബായ്, ഇനിയിപ്പോ ഫോൺ റീസ് ഉണ്ടാവും. ഇയാൾക്ക് ഞങ്ങളെ കൊലക്കൊടുത്ത് മതിയായില്ലേ? എല്ലാം ഏറ്റെടുക്കാനാണ് ഫോൺ എടുത്ത്. എല്ലാം ഞാനാന്ന് പറയാനാണ്. ഞാൻ കാരണം ആരും ചാവണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഓരെ പറ്റിപ്പോയി, പറ്റിപ്പോയി. എടാ വിട്ടേക്കടാ, അപ്പത്തെ ദേഷ്യത്തിൽ പറഞ്ഞാടാ. സോറിടാ, നിന്നെ നമ്മൾ എലോൺ ആക്കൂല ബ്രോ. നമ്മൾ രക്ഷപ്പെടും. അതെ, തൽക്കാലം നമുക്ക് ഈ കൊച്ചിയിൽ നിന്ന് മാറിയേക്ക്. പിന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. സോറി. ഛേ, എന്താണ് ബ്രോ, നിന്റെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം കൂടിയല്ലേ? ബായ്, നമുക്കിവിടുന്ന് പോട്ടാ. ഇവിടുത്തെ എന്റെ കൈയും കാലം പറക്കണ്. അതാ നല്ലത്. നമുക്കേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പട്ടാവാ. അതെ, ഐ ഹാവ് 200 rupees മാൻ. യു ഹാവ് എനി മണി? ഐ ആം ബ്രോക്ക് മാൻ. യു ഹാവ്?
500 rupees. Okay. എൻ്റെ അടുത്ത് കുറച്ചുണ്ട്. എന്റെ അമ്മ ഇതേ ഇത്രയും പൈസ ഉണ്ട്. അല്ല പേഴ്സാണ്. ഏത്? അത് നോക്കി. അയ്യേ 125 തൊലിയാ. ശാപം. നമ്മൾ എങ്ങോട്ടാ പോണത്? അത് ആരുടെയും വീട്ടിൽ പോകാൻ പറ്റൂല. അതോടെ അണ്ണാക്കി പോയിരിക്കണ പോലെ ആയിരിക്കും. കൊച്ചി വിടുന്നത് സൂക്ഷിച്ചു വേണം. ഇപ്പൊ എന്തായാലും സ്കെച്ച് വീണിട്ടുണ്ടാവും. പിന്നെ എങ്ങോട്ടു? ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി അവിടെ പോയിട്ട് ആലോചിക്കാം. ഏത് സ്ഥലം? അതൊക്കെ ഉണ്ട്, അത് മതി. വാ, മരിക്കണമെങ്കിൽ ഒരുമിച്ച്. ജീവിക്കണമെങ്കിൽ ഒരുമിച്ച്. കുടിക്കുകയാണെങ്കിൽ അതൊരുമിച്ച്. മാതാവേ കാത്തോളേ. വാ, ഇത് ഏതാ സ്ഥലം? വാ അങ്ങട്. ഇപ്പടക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? പിന്നെ പറഞ്ഞാ താങ്കൂർ അറിയും. നടക്കിങ്ങട്. ഇതെന്ത് സ്ഥലം ഉണ്ടാ? ഓപ്പോസിറ്റിൽ ഓരോന്ന് സൈഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് വൺ വേണം മച്ചാനെ. എന്തായാലും ഫെറിനോട്ട് മമ്മി വരഞ്ഞ നന്നായി. ലോക്കായി പോയനെ. Bloody Abu, don't touch my mummy, okay? I don't like it. Unnecessary comments. കയറി വാ. വരണോ? ഇതേതാ സ്ഥലം? എടാ, ദിസ് വാസ് എ ഗവൺമെന്റ് ഓഫീസ് പണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും ആരും വരാറില്ല. വാ, ചമ്പിക്ക്. Tell me the truth, bro. സത്യമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഗേളിനെ സ്കോർ ചെയ്യാൻ വന്നല്ലേ? നിന്റെ ഡേറ്റിംഗ് മൗത്ത് ഷട്ടപ്പ് ചെയ്ത് അടച്ചു വെക്കാൻ പറ്റും കുറച്ചു നേരത്തേക്ക്? കം ഇൻസൈഡ്. പിന്നെ അവന്റെ ഒരു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് ആർക്കറിയാമുള്ള സ്ഥലത്ത് താനെന്തിനാ ഒറ്റക്ക് വന്നത്? ഞാനീലെന്തോ ചീഞ്ഞ മണക്കണ്ടട്ടാ. അത് ഈ കൊച്ചിയുടെ വടക്കും ഭാഗത്ത് നടിക്കുന്ന ചീഞ്ഞ കാറ്റിലെ മച്ചാനെ. അതിങ്ങനെ തട്ടിമുട്ടിയൊക്കെ വന്നെയായിരിക്കും. എന്നെ പിടിക്കില്ലേ? ബദൂരി തല്ലിട്ടേനെ. ആ ഇന്റർനെറ്റ് കഫേയുടെ മുമ്പിൽ നിൽക്കുന്ന രണ്ടുപേരും. വേറെ ആരും ഞാൻ കണ്ടില്ല. ബദൂരികളോട് ഞാനെങ്കിലും സിം എടുക്കാൻ പോകും. അത് സീനൊന്നുമില്ല മച്ചാനെ. നീ ആ ലാവണ്യ സോസിന്റെ സൈഡിൽ കൂടെ വഴിയില്ലേ, അതിന്റെ ഇപ്പുറത്തൂടെ ഇത്തിരി കറങ്ങി പോണ ചുറ്റലാണ്. പക്ഷെ എന്നാലും അവന്മാരെ കാണാണ്ട് അവിടെ എത്താൻ പറ്റും. ചെല്ലി വേഗം നീമ്പാ ചെല്ലു ബ്രോ, നീ ചെല്ലു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിഗ്നൽ തരാം അല്ലേ? സേഫ് അല്ലട്ടാ. ഏഞ്ചല് ഉറപ്പല്ലേ? ആ രണ്ടുപേരിലുള്ളൂ. അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് ചെന്ന് നോക്ക്. നീ എല്ലാം അറിയണ ആളല്ലേ? നിങ്ങൾ രണ്ടുപേരും ആർഗ്യണ്ട. ലുക്ക്, കുറെ നേരം ഞാൻ സഹിക്കണം നിങ്ങളുടെ കലിപ്പ്. സെബാസ്റ്റ്യൻ, നീ വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി വന്നത്. പക്ഷെ ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. ഏഞ്ചലെ, നിനക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ നിന്നെ വിളിച്ചപ്പോൾ നീ ഇറങ്ങി വന്നത്. നിന്നാരും ഫോഴ്സ് ചെയ്തില്ലല്ലോ. തന്നെയല്ല, ഈ റിസ്ക് ഞങ്ങളെക്കാളും കൂടുതൽ അറിയാൻ നിനക്കായിരുന്നു. ബിക്കോസ് നീ വെള്ളമായിരുന്നില്ല. അതുകൊണ്ട് ആരും ബ്ലെയിം ചെയ്യണ്ട. എന്തായാലും നമ്മൾ ഇതിൽ പെട്ട് ഇതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആവും. പക്ഷെ നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ നിങ്ങൾ റിസ്ക് ചെയ്യണത് ഞങ്ങൾ കുറെ പേരെ ലൈഫ് കൂടിയാ. ഓർത്തോ? ടെൻഷൻ. ബാക്കിൽ അവൻ ഉണ്ടോ നോക്കി. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. നമ്മൾ എങ്ങോട്ടാ പോണത്? ഹാർബറിലേക്കാ? സാറിനെ വിളിച്ച് എന്നിട്ട് ഏത് വഴിയാ ചെല്ലണ്ടെന്ന് ചോദിക്കും. ഒന്ന് ഇടാൻ പറഞ്ഞ ഇത് ഇടുകല്ലോ എന്റെ പൊന്നോ. സിമ്മേ നീ അത്തേക്ക് പോന്നെ പോവോ? എന്ത് പറഞ്ഞാലും ഇടണല്ലേ? ഇട്. പുറത്തേക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട്
നിന്റെ ചേച്ചി ആ പെടപ്പിന്റെ. ഹലോ 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 സാറേ കേൾക്കാമോ? ഹലോ സാറേ ഹലോ കേൾക്കാമോ? ആ അബു കേൾക്കാൻ താങ്കൾ നിന്റെ വെച്ചകളെ വഴി വയ്ക്കും. ആ സാറേ എന്തായി വഴിയുടെ കാര്യം? ഒരു ഗുഡ് ന്യൂസാ. സോറിടാ, എല്ലായിടത്തും നല്ല ചെക്കിംഗ് ഉണ്ട്. കാണാതെ പകല് പോകാൻ പറ്റുമെന്ന് അറിയില്ല. മറ്റേ എല്ലാ വഴി സ്കെച്ചാണ്. ഏത് വഴിയാ ഭേദം ചോദിക്കും. സാറാ അത് ആ കേട്ടു. ഹാർബർ വരെ എത്തുന്ന കാര്യം ചിന്തിക്കണ്ട. പക്ഷെ കണ്ടെടുത്തോളം തുരുത്തി കോളനി കയറി ലാൽസലാമൊക്കെ പിടിച്ചാ അതിന്റെ അടുത്ത് വരെ എത്താം. ഞാൻ വിളിച്ചോളാം മച്ചാനെ. അപ്പൊ അതാണ് സ്കീം. കോളനി വഴി ജംഗ്ഷനിലെത്താം. പകല് പോവാൻ പറ്റില്ല, ഭയങ്കര സീനാണ്. ഗുഡ് മോർണിംഗ്. എടാ സ്റ്റിച്ച് ഇടാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ആശുപത്രി തന്നെയാണ്. പേഷ്യൻസ് ഇരിക്കുന്നുണ്ടല്ലേ നിരന്നിരുന്ന് മരുന്നടിക്കാനായിട്ട്. പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, ഓപ്പറേഷൻ. ഈ സാധനമൊക്കെ പുറത്തെത്തിക്കണം. ഓപ്പറേഷൻ പേഷ്യൻസ് ഒക്കെ പുറത്തുണ്ടോ ഇഷ്ടംപോലെ. ബാ മാമലയേറി വരും തന്നൽ പുതുമണവാളൻ പള്ളിമലയെ തൊട്ടികളോടി പുരുഷൻ കൂളായിട്ടൊന്നുമില്ല. വരവേൽപ്പിനെ ബോയ് Oh man. What's up, my brother? What's up, man? എന്തൊക്കെയുണ്ട് മാൻ? What's up? Hey, bro. Hey. ഓ ഇടുക്കി ഗോൾഡാണോ? Oh man. Dude, പോകാരനെ ട്രിപ്പറിന്റെ ക്വാളിറ്റി ഉണ്ടാവൻ. എന്തൊക്കെയുണ്ട്? പിന്നെ പറ ബ്രോ, ഇവരക്കാരാണ്? ഫ്രണ്ട്സ് ആണാ? ഫ്രണ്ട്സ് ആണ്. ആ നിക്കണ ഫെർണോ. സീനാണ് ബ്രോ. ഈ കയ്യിലെ ബുള്ളറ്റ് ഒന്ന് എടുക്കാനായിട്ട്. അപ്പൊ ഹാർബർ എത്തണം ബ്രോ. പകല് പോവാനും പറ്റൂല. അതുവരെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. അതെ ബ്രോ, ഈ ബുള്ളറ്റ് ഒന്ന് എടുക്കണം ബ്രോ. അത്രേ ഉള്ളൂ, നോ പ്രോബ്ലം. നിങ്ങൾ എത്ര ടൈം വേണേലും ഇവിടെ ഹാങ് ഔട്ട് ചെയ്തോ. പിന്നെ ബുള്ളറ്റിന്റെ കാര്യം അതൊരു സീനല്ല ബ്രോ. We are the bestest doctor in the Kochi, man. വാ ബ്രോ. എരി ഇതൊരു ഹോസ്പിറ്റലിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ. പിന്നല്ലാണ്ട് ഇടക്കിടക്ക് കോപ്സായിട്ട് സീനാകുമ്പോ ഓടിച്ചിട്ട് തല്ലിയതിനും വെടിവെച്ചിട്ട് അതിനൊക്കെ ഹീൽ ചെയ്യണ്ടേ. ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഇരി. ഓ അതെ, നല്ല ബെസ്റ്റ് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ തന്നെ മച്ചാനെ 8th ഫെയിൽ ആണെങ്കിലും നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. ആണല്ലേ? തുടങ്ങാം ഫ്രീക്ക്. ഗോഡിനെ മനസ്സിലാച്ചിരുന്നു, ഒന്നും പ്രോബ്ലം ഇല്ല. ഇതാണ് സാക്ഷാൽ പെയിൻ കില്ലർ. വലിച്ചോ, അറിയൂല. ഇപ്പൊ വേദന അത്രയ്ക്ക് വല്ല വേദനയില്ല. ഏഞ്ചലിനോട് ഞാൻ ചോദിച്ചു വേറെ ഇഷ്ടമുണ്ടോന്ന്. പിന്നെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് വൈ ദിസ് ഹ്യൂമിലിയേഷൻ? ഹ്യൂമിലിയേഷനാ? ചതിച്ചത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഈ കണ്ട എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ. ഞാനോ? പെണ്ണാണോ വന്നാൽ അത് ചെയ്തിട്ട് പോണം. നിങ്ങൾ സെബാസ്റ്റിനെ കുറിച്ച് എന്റെ അടുത്ത് ചോദിക്കണവരെ എനിക്കൊരു ചുക്കും ഉണ്ടായിരുന്നില്ല. Keep quiet. Sir, you do know one thing, sir. എൻ്റെ വീട് അവർ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തു. ഈ സെബാസ്റ്റിൻ്റെ വീട് അവർ ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്തു സാർ. തെറ്റല്ലേ സാർ? എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ. എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴി വന്നപ്പോ സാറേ, ഞാൻ കാരണമാണ് ഇവർക്കൊക്കെ പണി കിട്ടിയത്. സാറിനും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. സാറ് ഞങ്ങളെ വിടണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല സാറേ. അല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ട് തന്നെ സാറ് ഞങ്ങളെ വിട്ടേക്ക്.
നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ കൊച്ചിയിൽ നിന്നൊന്ന് പുറത്തു കിടക്കണം സാർ. അതൊന്നും പറ്റില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഫോഴ്സ് മുഴുവൻ അവരുടെ കയ്യിലാണ്. സാർ എന്നാ ഹാർബർ വരെയെങ്കിലും ഒന്ന് എത്തിച്ചേരാമോ സാർ? ഗോഡ് വിൽ ഓൾവേസ് ബ്ലെസ് യു സാർ. ഞങ്ങളുടെ ബോട്ടിന്റെ കീഴാടിരെ ഷെഡി കാണും. കാണൂന്നാ ഒന്നിനൊരു ഉറപ്പില്ലല്ലേ? നമ്മുടെ ചാവിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ. നമ്മുടെ ഷെഡേ അങ്ങ് അറ്റത്താ. അറ്റത്തായിരിക്കും, ഒന്നും എളുപ്പവും പാടില്ലല്ലോ. മിണ്ടാണ്ട് വാടാ. സൈലൻസ്. എന്താടാ? അതെ, അവിടെ ആരാണ്ടൊക്കെ ഉണ്ട്. ഈ സമയത്ത് അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. ഇതെന്ത് മാങ്ങത്തോലെ തെണ്ടികൾ ഇഷ്ടപ്പെടാൻ സമ്മതിക്കൂലേ? നിങ്ങ വാ, നമുക്ക് എങ്ങനെ ഷെഡ് വരെ എത്തിട്ട് ആലോചിക്കാം. എനിക്ക് തീരെ വയ്യടാ. മച്ചാനെ അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചിറങ്ങുന്നത് യാതൊരു ഉറപ്പില്ല കേട്ടാ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ബാബായ് വാ 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 വാ. കപൂർ സീനാണ് ബൈ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് തെണ്ടികൾ പോകാൻ നോക്കാം. എവിടെ പോവാനാ? ഇവിടെ സ്കെച്ച് ചെയ്യാൻ നിർത്തി പിന്നെ അങ്ങോട്ട് പോവാനാ? സെബാനെ, സെബാനെ, ഫെർണോ, നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഷിവറിങ്ങും. ആക്ടിങ് ആണോ? ലെങ്കി വല്ല ചുഴലിയായിരിക്കും. ഒന്ന് പോണ്ട, മണ്ടത്തരം പറയാണ്ട്. അതെ, അവനൊന്ന് കിടത്തിയേ. നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തടാ. തിരിക്കി തിരിക്കി കമത്തി കിടത്ത്. സോറിടാ. എന്റെ ദൈവം. എന്താണ്ടത്? ഇൻഫെക്ഷൻസ് ആയെന്ന് തോന്നണം. ഇനിയിപ്പോ എന്ത് ചെയ്യും ബായ്? ഹൗ ഈസ് ഐ നോ ഐ എം നോട്ട് എ ഡോക്ടർ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതെങ്ങനെയാണ്? പറക്കോ? ഫെർണോ, നിങ്ങ വന്നേ. വാ, എണീറ്റ് വന്നേടാ. അതെ ഡ്യൂട്ട്സ്, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആക്കണം, അല്ലെങ്കിൽ സീനാവൂട്ടാ. അതെങ്ങനെയാണ്? പുറത്താപ്പ ദൂരിപ്പടകൾ നിൽക്കണല്ലേ? ഒരു വേ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ചാവാനുള്ള പരിപാടിയാണോ? ഹലോ ഹലോ സാറാ, ഫെർണോയാ. ഫെർണോ, ഇത് എവിടെയാണ്? അത് എത്ര നേരമായി ട്രൈ ചെയ്യണ്? ഒന്നുമില്ല എന്താ? ഒന്നുമില്ല. എന്തു പറ്റി? അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നീ നല്ല കുട്ടിയാ. നീ പ്രാർത്ഥിച്ച ജീസസ് കേൾക്കും. ഫെർണോ, ഹലോ ഹലോ, ഹലോ, ദിസ് ഇസ് ചിത്ര ആണോ? അതെ, ആരാണ്? ചിത്ര, ഞാൻ 12C പഠിക്കണ ആംബ്രോസ് ആണേ. ആ, എന്താ അംബ്രോസേ? അച്ഛനുണ്ടോ? ഒന്ന് കൊടുക്കൂ. ആ, കൊടുക്കാലോ. അച്ഛാ. ഹലോ, ജോസ് മാഷല്ലേ? അതെ, ഞാൻ ആംബ്രോസ് ആണ്, 12C പഠിക്കണ. മനസ്സിലായി. പറ ആംബ്രോസേ. താനാരടോ? നിന്നെയൊക്കെ റോഡിൽ തടഞ്ഞു പടക്കം വെച്ച് പൊട്ടിക്കണം. നിന്നെയൊക്കെ നാട്ടുകാർ തല്ലിക്കലോട് വെച്ചില്ലേ? അന്ന് ഞാൻ സ്കൂളിൽ പോയി പടക്കം പൊട്ടിക്കോടാം. ഹലോ, സാരമില്ല, ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാനോട് ചാൻ പറ്റില്ല ഭായി. പൊള്ളിച്ച്
ഇനിയിപ്പോ ചത്തിലേക്ക് പണി പാടില്ല.